നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിനായി സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ TP ശശികുമാർ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. അധ്യക്ഷൻ എൻ്റെ ബ്രദർ നന്ദകുമാർജി, ഇവിടെ സ്വാഗതം പറഞ്ഞ അവതരണം നടത്തിയ വിനോദ്ജി, RRG, ഡോക്ടർ ഗീതാദേവി, കാത്തിരിക്കുന്ന ശ്രീ ദേവൻജി, നന്ദി പറയാൻ പോകുന്ന RR ചേട്ടൻ, ജയകുമാർജിയും അംബിക പണിക്കരും സംസാരിച്ചു. ഈ ആശംസാ പ്രസംഗത്തിന് കാത്തിരിക്കുന്ന ഡോക്ടർ EMG നായർ. ദേവൻജി ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോട്ടെ. അദ്ദേഹം ഒരു മീറ്റിംഗിലാണ് കയറുന്നത്. അപ്പം നമ്മുടെ കലാഭാരതിയുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാനായ ദേവൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ആശംസ നമ്മുടെ ഈ യോഗത്തിലെ അതിനുവേണ്ടി അദ്ദേഹത്തെ ബഹുമാനോട് ക്ഷണിക്കുന്നു. പ്രസന്നല്ലേ നന്ദകുമാർജി? അതെ. ദേവൻ ചേട്ടാ കേക്കാവോ? മൂട്ടാണോ സൗണ്ട്? ദേവൻ സാറിന്റെ സൗണ്ട് മൂട്ടാണ്. ദേവൻ ചേട്ടാ സൗണ്ട് മൂട്ടാണ്. സൗണ്ട് ജസ്റ്റ് ഞാൻ വിളിച്ച് പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ഈ മന്നം ജയന്തി ആഘോഷവേളയിൽ എനിക്ക് നിങ്ങളോടൊപ്പം അല്പം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടില്ല, മന്നത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ, അദ്ദേഹത്തിന്റെ ചില സവിശേഷതകളെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ള ഒരു അറിവുണ്ട് എനിക്ക്. അദ്ദേഹം ഈ അവർണരും സവർണരും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എപ്പോഴും വളരെ ആകാംക്ഷപൂർവ്വം പിന്നെ നടപടികൾ എടുത്തിട്ടുള്ള ആളാണ്. എല്ലാവരും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ഒരു ആശയം അന്ന് മുതലേ ഈ നമ്മുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് നമ്മുടെ വൈക്കം നമ്മുടെ വഴിനടത്തൽ ഇത് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് TK മാധവന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സമരമായിരുന്നു. അത് ഏതാണ്ട് 602 ദിവസങ്ങളോളം നീണ്ടുനിന്ന വളരെ രൂക്ഷമായ ഒരു സമരമായിരുന്നു. അതായത് ഈ അവർണർക്ക് വഴി നടക്കാനുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അപ്പൊ അന്നൊരു ഒരു സംശയം പൊന്തി വന്ന എന്താണെന്ന് വെച്ചാല് ഇവരെ ഈ അവർണർ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു ആശയം ആ സമയത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, അവർണറുകളുടെ സവർണരും ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ സാർ വലിയൊരു ജാഥ നടത്തി. അത് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു ജാഥയായിരുന്നു. അവർണരുടെ കൂടെ സവർണരും ഉണ്ട് എന്ന് കാണിക്കുക വലിയൊരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചത്. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ ആ മാതൃക തന്നെ നമ്മൾ ഒന്നുകൂടി എപ്പോഴും ഒരു എന്താ പറയുക, അത് ഓർത്തിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ആശയം അദ്ദേഹം എനിക്ക് തോന്നുന്നത് 1920-21 കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അദ്ദേഹം അവർണർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സവർണ ജാഥ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ആ മഹൽ വ്യക്തിക്ക് ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ ഒരു പങ്കാളി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ആഘോഷവേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഒരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിൽ. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സന്തോഷം.
സന്തോഷം. നമസ്കാരം. അദ്ദേഹം ചേട്ടന് വളരെ തിരക്കിൽ നിന്നാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അതോടൊപ്പം നമ്മുടെ കലാഭാരതിയുടെ ഭാഗമാകാനും നമ്മോടൊപ്പം ചേരാനുള്ളതിലുള്ള കൃതജ്ഞതയും സന്തോഷവും ഒക്കെ ഞങ്ങൾ വളരെ ത്രില്ഡാണ്. താങ്കൾ നമ്മോടൊപ്പം എത്തിയതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കലാഭാരതിയെ ദേശീയ തലത്തിൽ നയിക്കാൻ അദ്ദേഹം ചുമതലയേറ്റുകൊണ്ട് നമ്മുടെ ഡൽഹിയില് അദ്ദേഹം ജനുവരി ലാസ്റ്റ് എത്തുന്നുണ്ട്. അത് ഗംഭീരമായ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഡൽഹി പ്രസിഡന്റ് ഒക്കെ യോഗത്തിൽ സന്നിഹിതനാണ്. അപ്പം വളരെ സന്തോഷം ചേട്ടാ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ശക്തി. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണയും പിന്നെ ഉപദേശങ്ങളും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ജയ് ഹിന്ദ്. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് തിരക്കുള്ളതാണ്. ഈ യോഗത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. അതിനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് നമ്മള് മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ സംഘടനയുടെ ദേശീയ ചെയർമാൻ ശശികുമാർജിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്തേ. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ നമ്മളൊരു പലരും പറയുന്ന പോലെ സമുദായ നേതാവാണ്. അതിലുപരി ഇന്ത്യ കണ്ട മികച്ച ദേശീയ ജനനേതാവ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളതായാലും ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞിട്ടുള്ളത് പോലെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ ഇത്രയും കൂടുതൽ. ഇന്ന് കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ ആ കാലത്ത് NSS കുറേ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൻ്റെ തെക്ക് മുതൽ പടിഞ്ഞ് വടക്ക് വരെ. പരിതാപകരമായ ഒരവസ്ഥ. വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഉള്ള കുറേ ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു സമുദായമാണെങ്കിൽ പോലും മന്നത്ത് ചേർത്തിട്ടുള്ള ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തി വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാൻ പെരുന്നക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു കഷ്ടമായിട്ടുള്ളൊരു സംഭവമാണെന്നറിയാം. ഒരു 10-18 വർഷം മുമ്പ് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയ കാലത്ത് അതിൻ്റെ ആഗോള വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഡൽഹിയിലാണ് തുടക്കം കുറിച്ചത്. അന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും പോയിട്ട് ഈ ദിവസം ജനുവരി 2-ാം തീയതി മുഖ്യപ്രഭാഷണവും ഒക്കെ നടത്താൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം മന്നത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും നായർമാരുടെ പ്രത്യേകിച്ചുള്ള കെട്ടുകൾ, കുറേ കെട്ടുകൾ നിറഞ്ഞിട്ടുള്ളതാണ് നായന്മാരുടെ ജീവിതം എന്ന് പറയാറുണ്ട്. അതൊന്ന് കേസ് കെട്ടാണ്. പല നായന്മാരും നശിച്ചു പോയിട്ടുള്ളത് കേസ് കെട്ടുകൊണ്ടാണ്. വേറെ ചില നായന്മാർ നശിച്ചു പോയിട്ടുള്ളത് താലി കെട്ടുകൊണ്ടാണ്. വേറെ കുറേ പേര് വ്യത്യസ്തമായിട്ടുള്ള ജാതി കെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ആചാരങ്ങളുടെ കെട്ടുകൾ വേറെ കെട്ടാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കുറേ കെട്ടുപാടുകളുടെ ഇടയിൽപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് കാണാൻ സാധിക്കും. അതനുഭവിച്ചിട്ടുള്ളവരും കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ 149 കഴിഞ്ഞ് 150 വരെ അടുത്ത ഒരു വർഷം വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെനിക്ക്. കാരണം ഇന്ന് ബോംബെയുടെ പണ്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് പെരുന്ന NSSുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എനിക്ക്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള NSSുമായിട്ട് നല്ല ബന്ധം ഉള്ള ഒരാളാണ്. അടുത്ത കാലത്ത് ബോംബെയിൽ NSSൻ്റെ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ളപ്പോൾ കുറേ ബന്ധമുണ്ടായിരുന്നു. അന്നാണ് RR ചേട്ടനും ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നത്. ഇന്ന് ബോംബെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു വർഷത്തെ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൽ സാന്നിധ്യം വേണം, ആവശ്യമുള്ള സമയത്തൊക്കെ ബന്ധപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മന്നത്തിൻ്റെ ഈ ദിവസം നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു സംഭവം, മന്നത്തിൻ്റെ കഥ പറഞ്ഞിട്ട് കുറേ വയസ്സന്മാർ താടിയും മുടിയൊക്കെ നരച്ചിട്ടുള്ളവർ ഇത് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ
ഇന്നത്തെ പ്രസക്തി, ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അന്ന് കാട്ടിയിട്ടുള്ള പാർട്ടിയുടെ അല്ലാത്തൊരു വ്യക്തി, നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതാണ്, പാർട്ടിയുടെ പ്രതിനിധി അല്ലാതെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ശബ്ദമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നത്. ഒരു മുതലെടുക്കാനോ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയിട്ട് വലിയാളാവാനോ ഒന്നും ശ്രമിക്കാതെ തെരഞ്ഞെടുപ്പിൽ യാതൊരു സാന്നിധ്യവും വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച് സമൂഹത്തിൻ്റെ ആത്മാവിനെ ഉണർത്താൻ വേണ്ടി മാത്രം മുന്നിട്ടിറങ്ങിയിട്ടുള്ള മന്നത്ത് പത്മനാഭൻ എന്ന ഏക ഭാരതീയ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഭാരത കേസരി എന്നുള്ളതാണ്. ബാക്കി പലർക്കും പല ടൈറ്റിൽസും കിട്ടിയിട്ടുണ്ട്. ജാതി വ്യവസ്ഥയെ മറികടന്ന് സമൂഹത്തിനെ ഏകീകരിച്ച, ഞാനൊരു സാമുദായിക നേതാവെന്നല്ല, രാഷ്ട്ര നിർമ്മാതാവ് എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നിട്ടും അകത്തിരുന്നിട്ടും പുറത്തുള്ളവരെ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ്, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും ലോകം ഉറ്റുനോക്കുക. ഏത് കാലത്താണെന്ന് ആലോചിച്ച് നോക്കണം. ആ കാലത്ത് ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 12 വർഷത്തിന് ശേഷം ഭാരത കേസരി എന്ന ഒരു പദവി പ്രസിഡന്റ് കേരളത്തിലുള്ള വലിയ പ്രസിദ്ധിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് കൊടുക്കാൻ കാരണം, അന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാളും പ്രസിദ്ധമായിട്ടുള്ള കുറേ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുക്കാൻ കാരണം NSS കൊണ്ടാവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ആ ജാതിയുടെ മതത്തിൻ്റെ നേതാവെന്നുള്ള നിലയിലല്ല അത് കൊടുത്തത്, ഭാരത കേസരി എന്നാണ് കൊടുത്തത്, നായർ കേസരി എന്നല്ല. അതുകൊണ്ട് ആ പരിമിതികളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തുടക്കം NSSഉം സ്വന്തം നവീകരണത്തിന് വേണ്ടിയിട്ട് ജാതിയെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് കടന്ന് സ്വന്തം ടൈറ്റിലിൽ പോലും മാറ്റം വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നായരെന്നോ നമ്പ്യാരെന്നോ നമ്മളൊക്കെ പിള്ളയെന്നോ കുറുപ്പെന്നോ പണിക്കരെന്നോ ചേർക്കുമ്പോൾ ഇത് ചേർക്കാത്ത ഒരാളാണ്, അത് വേണ്ടാന്ന് വെച്ച ഒരാളാണ് നമ്മുടെ സാമുദായിക നേതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ കെട്ടുപാടുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഗുരുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. ഒരു ജാതിയുടെ പുരോഗതിയല്ല, ഒരു സമൂഹത്തിൻ്റെ ഉണർവാണ് ലക്ഷ്യം എന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തി ശ്രീ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. സ്വന്തം സമുദായത്തെ പരിഷ്കരിച്ചതിന് ശേഷം മാത്രമേ സമൂഹത്തെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വീട് നന്നാക്കിയാലേ എനിക്ക് നാട് നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പ് സ്വന്തം ശുദ്ധീകരണം, സ്വന്തം സമുദായത്തിൻ്റെ ശുദ്ധീകരണം വേണമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അനാചാരങ്ങൾക്കെതിരെ ആവട്ടെ, അതുപോലെ നായർ സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞു, പലരും സംസാരിച്ചു. അതിനെതിരെ തുറന്ന പോരാട്ടം നടത്തുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അറിവ്, വലിയ അറിവാണത്, വലിയ തോന്നലാണ്, വലിയ ചിന്തയാണ്. വിധവാ വിവാഹത്തിന് കേരളത്തിൻ്റെ നായന്മാരുടെ ഏറ്റവും വലിയ സംബന്ധത്തിൻ്റെ കാലത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. ഒരു 10-75 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നായർ തറവാട്ടിലെ വിവാഹങ്ങളുടെ സംഭവങ്ങളും വിധവാ വിവാഹങ്ങൾക്ക് ഒരു ചാൻസും ഇല്ലാത്തൊരു കാലത്ത് അതിനെ പിന്തുണച്ച് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുള്ള സ്ത്രീ വിമോചനത്തിൻ്റെ നേതാവായിരുന്നു കേരളത്തിൽ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരു ആത്മപരിശോധന, ജാതിയുടെ മഹത്വം ആഘോഷിക്കുന്നതിനേക്കാൾ ജാതിയുടെ പരിമിതികൾക്ക് നിന്ന് തിരുത്തൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ശ്രദ്ധ നേടുന്ന ഒരു വലിയ മനസ്സുള്ള നേതാവായിട്ട് അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളം പോലെയുള്ള ചെറിയ സ്ഥലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സാന്നിധ്യം കാണിക്കാൻ, ഇപ്പം അന്നത്തെ കാലത്ത് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അവരുമായിട്ട് ഉള്ള ഒരു ബന്ധം, ഒരു സ്ഥിരം പാർട്ടിക്കാരനായിരുന്നില്ല എന്ന്
ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പകരം ഒരു ദേശീയ പൊതു വ്യക്തിത്വം, ഒരു പബ്ലിക് നാഷണൽ ഫിഗർ എന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പലരും ഇവിടെ, പ്രത്യേകിച്ചും ദേവൻജി പറഞ്ഞതുപോലെ വൈക്കം സത്യാഗ്രഹവും, അത് അസ്പർശ്യതയ്ക്കെതിരെ ഒരു പോരാട്ടം എന്നുള്ള തരത്തിൽ മാത്രമല്ല, ഒരു പ്രാദേശികമായ സമരമായിരുന്നില്ല അത്. അതിനെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത്, നാഷണൽ മൂവ്മെന്റ് ആക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളത് ആ സമരത്തിന്റെ വലിയൊരു വിജയമാണ്. അത് കോൺഗ്രസിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കാൻ, അത് ആരാണ് അന്നത്തെ രാജവംശത്തിന്റെ പ്രതിനിധിയാണോ അല്ല എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല. ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടും അല്ല അദ്ദേഹം. ഒരു സമൂഹത്തിന്റെ മൊത്തം പ്രതിനിധിയായിട്ട് ആ സമരത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഒരു സാമുദായിക നേതാവിന് നാഷണലായിട്ട് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ദേശീയപരമായിട്ട് നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കൊണ്ടാണ്. അത് മഹാത്മാഗാന്ധി ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും സർദാർ പട്ടേൽ ആയാലും അവർ വളരെ, അത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നതല്ല, ഈ പറഞ്ഞ നേതാക്കന്മാർക്കൊക്കെ കേരളത്തിൽ ഒരാളെ ബഹുമാനിക്കാൻ തോന്നുമെങ്കിൽ അന്ന് മന്നത്ത് പത്മനാഭനെ ആയിരുന്നു എന്ന് വേണം പറയാൻ. നെഹ്റുവിൻ്റെ മതേതരമായ സങ്കല്പത്തോട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ പലതരത്തിലും പലരുമായിട്ടുണ്ടാവും രാഷ്ട്രീയത്തിന്. അത് ഏറ്റവും ആരോഗ്യപരമായ സംവാദത്തിലൂടെ മതേതരത്വം ഒരു ആത്മീയ ശൂന്യതയുടെ ഒരു ലെവലിലേക്ക് പോകരുത്, അവനവൻ്റെ നിലനിൽപ്പ് മനസ്സിലാക്കിക്കൊണ്ട്, അവനവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നോക്കിക്കാണണമെന്ന് പഠിപ്പിക്കാൻ ചിലപ്പം അന്ന് മന്നത്തിന് സാധിച്ചു എന്നുള്ളത് ആവണം അവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചതെന്നറിയാം. ഭാരതകേസരി എന്ന അത്യപൂർവമായ ബഹുമതി. പിന്നെ ഇപ്പം സ്പോർട്സുകാർക്ക് പഞ്ചാബുകാരൊക്കെ കൊടുക്കുന്നുണ്ട് കേസരി എന്നുള്ള പദവി. ഇല്ല, അത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അങ്ങനെ മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും വലിയ ദേശീയ അംഗീകാരം എന്ന് പറയുന്നത് ഭാരതകേസരി പട്ടം തന്നെയാണ്. നമ്മൾ മന്നത്ത് പത്മനാഭൻ എന്ന് എഴുതുന്നതിന് പകരം ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ എന്ന് എവിടെയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആരാണ് നൽകിയതെന്ന് ആലോചിച്ച് നോക്കണം. 1959 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് സമ്മാനിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇത് കൊടുത്തതെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, വൈക്കം സത്യാഗ്രഹം മാത്രമല്ല, ഗുരുവായൂരും ഉണ്ടായിരുന്നു ഇതേ അസ്പർശത. അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സാമൂഹിക സമത്വത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതിൻ്റെ ആദരവായിട്ടാവണം കൊടുത്തത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതാവണം, അത് മാത്രമേ ഉണ്ടാവൂ. അത് കേരളത്തിന് ഈ ഔദ്യോഗികമായി വേറെ വ്യക്തികൾക്ക് നമുക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുമുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോഴാണ് ഈ പട്ടത്തിൻ്റെ ഈ ഒരു പെരുമയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ഇന്നത്തെ ഒരു സങ്കല്പം കേരളത്തിൽ വിശിഷ്യ നമ്മൾ നോക്കുമ്പോൾ വിമോചന സമരം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുമായിട്ട് കൂട്ടിക്കലർത്തി കൊണ്ടുപോകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നോട്ടം 1950-60 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നടന്ന വിമോചന സമരത്തിന് ലിബറേഷൻ സ്ട്രഗിൾ എന്ന് പറയാമെന്ന് അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹ്യപരമായിട്ടുള്ള അതിൽ പാർട്ടിയുടെ നിയന്ത്രണം വരുന്നു എന്ന ആശങ്ക ആ കാലത്ത് വിദ്യാഭ്യാസത്തിലും സമൂഹത്തിൻ്റെ പല ഇടങ്ങളിലും മനുഷ്യന്റെ സാമുദായികമായ പ്രശ്നങ്ങളിൽ അടക്കം പാർട്ടി നിയന്ത്രണം വരുന്നു എന്ന ആശങ്ക ഏത് കാലത്ത് നമ്മൾ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ ഇന്നും മനസ്സിലാക്കാത്ത കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അത് ആ കാലത്ത് 50-60 കാലഘട്ടങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയ താല്പര്യത്തിന് ഇത് വിട്ടുകൊടുക്കരുത്, മറിച്ച് ജനാധിപത്യപരമായ ഒരു സാമൂഹ്യ ബോധം, സാമുദായിക ബോധം, സമുദായങ്ങൾക്ക് അപ്പുറത്ത് ചിന്തിക്കണമെന്ന് മാർക്സിസ്റ്റുകാർ പറയുമ്പോൾ അതിനെ എതിർക്കാൻ സന്നദ്ധതയുള്ള ഈ ഒരു ചിന്ത വളരെ പ്രകടമായി ഭാരതകേസരി മന്നത്ത് പത്മനാഭന് സാധിച്ചു എന്നുള്ളതാണ്. മന്നത്തിന്റെ പ്രസക്തി അവിടെയാണ് ഇന്ന് നമ്മൾ ചിലപ്പോൾ കാണേണ്ടത്. മന്നത്ത് പത്മനാഭൻ പകർന്നു തന്ന പാഠം എന്ന് പറയുന്നത്
നമ്മൾ ആശയങ്ങൾ തമ്മിൽ നമ്മൾ വേർപെട്ടിട്ടുണ്ടാവാം, പക്ഷേ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അത് പ്രകടമാകരുത്. സമൂഹത്തെ വിഭജിക്കാനല്ല, പകരം ശുദ്ധീകരിക്കാനും ഒന്നിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടുചേരേണ്ടത്. ഞാൻ ഒരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ സമുദായവുമായിട്ട് മല്ലിടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് മത്സരിക്കാനോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ഒരു സയന്റിസ്റ്റാണ്, ഞാൻ ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപക സംഘടനയിലോ സയന്റിസ്റ്റ് സംഘടനയിലോ ഞാൻ മെമ്പർ ആയതുകൊണ്ട് പോലീസ് സംഘടനയ്ക്കെതിരെയാണ് എന്നുള്ള ബോധം വേണ്ട. അതുപോലെ നമ്മൾ ജനിച്ചിട്ടുള്ള എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ പ്രകടമായിട്ടുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ കൂടെ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള സമുദായത്തിനെ എതിർക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ മറ്റ് ജാതിയുമായിട്ട് അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുമായിട്ട് മല്ലിടാനല്ല എന്ന ബോധം, ഞാൻ സയന്റിസ്റ്റ് ആകുമ്പോൾ പോലീസ് അസോസിയേഷനെ മല്ലിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ സയന്റിസ്റ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്ന പോലെ നമ്മുടെ ചിന്തകൾ, അതാണ് സത്സംഗം. ആ സത്സംഗത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വലിയൊരു നേതാവ്, അത് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പാർട്ടിയുടെ പ്രതിനിധിയാക്കാനല്ല. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഒന്നുകൂടി അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു സമുദായത്തെ ഏകീകരിച്ചുകൊണ്ട് എനിക്ക് പാർട്ടിയിലൊരു സ്ഥാനം വേണമെന്നുണ്ടാക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന പല നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ ആ ചിന്തയിലായിരുന്നില്ല. സമൂഹത്തിന്റെ ശബ്ദമായിട്ട് മാറുമ്പോൾ അത്തരം ദേശീയ തലത്തിലേക്ക് പോയിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് മഹാനാവണമെന്ന ആഗ്രഹത്തിലല്ല. ഇന്ന് പലരും അങ്ങനെയാണ്. ആ ചിന്തകളിൽ ആ ആത്മാവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരം ചിന്തകൾ അടുത്ത ജനറേഷൻസിലേക്ക് പകർന്നു കൊടുക്കാൻ ഇത്തരം സംവാദങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. ഒരു വർഷത്തെ നാഷണൽ പ്രോഗ്രാമാണ് ഇന്ന് രാവിലെ എനിക്ക് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുള്ള ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നത്. അതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന കുറേ പേര് ചേർന്ന് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അടുത്ത യൂത്തിനെ നമുക്ക് എന്ത് പറഞ്ഞാലും, ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭാരതീയമായ ചിന്തകൾ, ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, മാസ്ലോസ് പ്രിൻസിപ്പിൾ എന്നാ പറയാം. ബേസിക് റിക്വയർമെന്റിൽ നിന്നും സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് കയറി പോകണമെന്നാ പറയാം. പക്ഷെ ഭാരതം എന്ന വലിയ സങ്കല്പം, സനാതന ധർമ്മം എന്ന സങ്കല്പം, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പബ്ലിഷ് ചെയ്ത എൻ്റെ ബുക്ക് 108 SDGs ആണ്, സനാതന ധർമ്മ ഗോൾസ് എന്നൊരു പുസ്തകമാണ്. 108 SDG എന്ന് പറഞ്ഞാൽ ഇപ്പം യുണൈറ്റഡ് നേഷൻസിന്റെ ആണ്. സനാതന ധർമ്മ ഗോൾസിന്റെ 108 പോയിന്റ്സ് വെച്ചിട്ടുള്ളൊരു പുസ്തകം ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ 2 ആഴ്ച മുമ്പ്. അതിൽ ഭാരതം എന്ന ദേശത്തിൽ മാത്രമേ ഉള്ളൂ ഈ എക്കണോമിക്, ബിസിനസ്, അഗ്രികൾച്ചർ ബേസിൽ അല്ല നമ്മൾ ആൾക്കാരെ കൂട്ടിച്ചേർത്തത്. അത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലും നമ്മൾ ചേർന്നിട്ട് എന്തൊക്കെ കൂട്ടായ്മയിലൂടെ നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ, നമ്മുടെ റിച്വൽസിനെ, നമ്മുടെ സമൂഹ ബോധത്തെ, നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണത്തെ എങ്ങനെ വളർത്താം, അതിനെങ്ങനെ കൂടിച്ചേരണം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കി ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വിദ്യാഭ്യാസവും അഗ്രികൾച്ചറും ധനവും ഒക്കെ ശേഖരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിലേക്ക് മാസ്ലോസ് പ്രിൻസിപ്പിളിന്റെ പഴയ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന് ഘടകവിരുദ്ധമായ ഒരു തോന്നല് ഭാരതീയമായ സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള, അല്ല ഇന്നലത്തെ ജനുവരി 1 അതാവട്ടെ മെസ്സേജ് എന്ന് വെച്ചിട്ട് കേട്ടതാണ്. ആ ചിന്ത നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനായിരുന്നു. അതിൽ നമ്മുടെ മതത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ചട്ടമ്പിസ്വാമികളുടെ ഒരു കാലഘട്ടവും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് പകരം ഇവിടെ സംസാരിക്കേണ്ടിയിരുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള PT മന്മഥൻജിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീമതി ഓമന തങ്കപ്പൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് നിത്യശാന്തി നേരുകയാണ്. കാരണം എനിക്ക് ഇന്ന് ഞാൻ ഈ പകരപ്രഭാഷകനാവാൻ കാരണം മന്മഥൻജി ഇന്ന് ഇതിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാലും ഈ ഒരു ചെറിയ സമയത്ത് കുറച്ച് ചിന്തകൾ എനിക്ക് പങ്കിടാൻ സാധിച്ചതിൽ വ്യത്യസ്തമാണോ അല്ലെങ്കിൽ പുതിയതാണോ ഒന്നും പറയില്ല, പക്ഷെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില നുറുങ്ങുകൾ എനിക്ക് സമ്മാനിക്കാൻ സാധിച്ചുവെങ്കിൽ അത് വലിയ
ചരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവമാണ്. നന്ദി, നമസ്കാരം. പാഞ്ചജന്യം ഭാരതം ഇത്തരം ഒരു ഡിസ്കഷൻ വെച്ചതിലും ഈ ഒരു സന്ദർഭം ഉണ്ടാക്കിയതിലും ഞാനും ഉള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ പോലും ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള എല്ലാവർക്കും, വിനോദ്ജിക്കും നന്ദകുമാർജിക്കും അതുപോലെ ഡോക്ടർ EMG, ഇന്ന് രാവിലെ നമ്മളൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു പ്രോഗ്രാമാണ്. ഇത് തുടരണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസമല്ല, അടുത്ത് വരുന്ന ഒരു വർഷം നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെ പാഞ്ചജന്യം ഭാരതത്തിന് NSSുമായിട്ടോ ബാക്കി ഏത് സംഘടനകളുമായിട്ടോ യൂത്ത് ഡെവലപ്മെൻറ്റ്, അവർക്ക് വലിയ ബോധമൊന്നുമില്ല, നമ്മൾ നായരാണോ അല്ലെങ്കിൽ ഈഴവനാണോ എന്നുള്ള ചിന്തകളൊന്നും അതീതമായിട്ട് ചിന്തിക്കാവുന്ന ഒരു ജനറേഷനെ, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ കുറേ ഭാരത കേസരികളെ, അങ്ങനെ ഒരു ടൈറ്റിലൊന്നും ഇല്ലെങ്കിലും കുറേ ഭാരത കേസരികളെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പാഞ്ചജന്യം ഭാരതത്തിന് ഇത്തരം ടൈറ്റിലുകൾ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പാഞ്ചജന്യം ഭാരതം എനിക്ക് തോന്നുന്നു നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കേസരികളായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതാവണം നമ്മൾ ഇന്നെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ചിന്ത. നന്ദി, നമസ്കാരം. നന്ദി ശശികുമാർജി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം എന്ന നിലയിൽ കപ്പത്ത് അന്നത്തിന്റെ ജീവിതാഭിലാഷങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു യുവതലമുറയ്ക്ക് ഒരു എല്ലാവരും ജനിക്കുന്ന ഒരു സമുദായത്തിലാണെങ്കിലും അവർ ജീവിക്കുന്നത് ഒരു ഹൈന്ദവ ഭൂമികയിലാണ്. അപ്പൊ അതിന്റെ ആ ഒരു കാലിക പ്രസക്തി നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു ഡിസ്കഷൻ ആയിരുന്നു. തീർച്ചയായും നമ്മുടെ സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ സജഷൻസും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വിശാല അർത്ഥത്തിൽ യുവതലമുറയെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായി നമ്മുടെ 3-ാം ദിവസത്തെ അടുത്ത നമ്മുടെ പ്രഭാഷണം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ്. അതിനുശേഷം സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രത്യേക പ്രോഗ്രാം നമ്മുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ ഡൽഹിയിലെ വിവിധ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന, സ്കൂൾ തലം മുതൽ സർവകലാശാല വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം. അതിന് ഈ ഒരു തുടക്കം, ഒരു ദർശനം, ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം, ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായത്തെയും സംഘടന അതിന്റെ എല്ലാ ആദരവോടും കൂടി ഏറ്റെടുക്കും.